പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങയുടെ മക്കളായി ഞങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താൽ നിറച്ച് അങ്ങയുടെ വലിയ കരുണയെ അനുഭവിച്ച് സ്വർഗത്തിന്റെ അഭിമാനത്തോടെ അന്തസ്സോടെ ആ പൗരത്വം ജീവിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, കത്തോലിക്ക സഭയെ സമർപ്പിക്കുന്നു, പൗരോഹിത്യത്തെ സമർപ്പിക്കുന്നു, സന്യാസ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ ഉന്നതമായ കൃപകൾ കൊണ്ട് നിറച്ച് അതിസ്വാഭാവികമായ വരദാന ഫലങ്ങൾ കൊണ്ട് നിറച്ച് ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുമ്പോൾ അതനുഭവിച്ച് സ്വന്തമാക്കി ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാല് മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മള് ഈശോയുടെ പരിശുദ്ധ രക്തത്തിന്റെ നൊവേനയൊക്കെ കഴിഞ്ഞ് ഈ തിരുരക്തത്തിന്റെ വണക്കമാസത്തില് കർത്താവിന്റെ വലിയ സ്നേഹത്തെ നൽകുന്ന സംരക്ഷണം, രക്ഷ, ജീവൻ, സൗഖ്യം, വിടുതൽ ഇതെല്ലാം സ്വന്തമാക്കിക്കൊണ്ട് നമ്മളായിരിക്കുമ്പോ ഇന്നെ മനസ്സിലേക്ക് വന്ന ഒരു വിഷയം, നമ്മള് അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ്. നമ്മുടെ മക്കള്, നമ്മുടെ സഭ, നമ്മുടെ പൗരോഹിത്യം, സന്യാസ ജീവിതം, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ മക്കള്, അവരുടെ പഠനം, ജോലി, ബിസിനസ് എല്ലാം പ്രത്യേകമാവിധത്തില് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ്. കാരണം ഇതുപോലെ നമ്മെ സ്നേഹിച്ച കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച് ദിവ്യകാരുണ്യമായിട്ട് മാറി തന്റെ തിരുരക്തം നൽകി നമുക്ക് ജീവന്റെ സമൃദ്ധി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം നൽകിക്കൊണ്ട് ആ തിരുരക്തത്തിന്റെ ശക്തിയാൽ നമ്മെ നിറച്ച് കൃപയ്ക്കുമേൽ കൃപയില് ജീവനിൽ വളർത്തുന്ന ദൈവത്തിന്റെ അനന്തമായ സ്നേഹവും ആ ദാനവും അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മള്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന് ഒരു അന്തസ്സുണ്ട്. അച്ഛൻ പറയുന്ന വിഷയം, അന്തസ് വിട്ട് നമ്മൾ ജീവിക്കണം. ക്രിസ്ത്യാനിക്ക് ഒരു അന്തസ്സുണ്ട്, പൗരോഹിത്യത്തിന് ഒരു അന്തസ്സുണ്ട്, കുടുംബ ജീവിതത്തിന് ഒരു അന്തസ്സുണ്ട്, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് ഒരു അന്തസ്സുണ്ട്. ആ ജീവിതത്തിന്റെ അന്തസ് വിട്ട് നമ്മൾ ജീവിക്കരുത്. അച്ഛന് പറയാനുള്ള കാരണം, നമ്മള് എവിടെ ചെന്ന് നിൽക്കേണ്ട മക്കളാണ്. നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ ബിസിനസ്, നമ്മുടെ അച്ഛന്മാര്, നമ്മുടെ പിതാക്കന്മാര്, നമ്മുടെ സന്യാസിനിമാര്, നമ്മളൊക്കെ എവിടെ ചെന്ന് നിൽക്കേണ്ട മക്കളാ, ജീവിക്കേണ്ട പോലെ ജീവിച്ച. അതുകൊണ്ട് തന്നെ നമ്മള് അന്തസ് വിട്ട് നിലവിട്ട് താഴേക്ക് പോകരുത് എന്ന് പറഞ്ഞ മലയാളത്തിൽ പറയുകയാണെങ്കിൽ, പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ തറ ജീവിതം ജീവിക്കരുത്. നമുക്കൊരു ജീവിതമുണ്ട്, അത് ഉന്നതമായ. കർത്താവ് പറഞ്ഞ്, ഞാൻ നിന്നെ ഉന്നതനാക്കും. അതിനുവേണ്ടിയ കർത്താവ് നമ്മളെ വിളിച്ചു, മാമോദിസ നൽകി, പരിശുദ്ധാത്മാവിനെ നമുക്ക് നിറച്ചു നൽകി. നമ്മള് എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ശരീരങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുടെ മൃതസംസ്കാര സമയത്ത് കുഴിവെഞ്ചിരിക്കുമ്പോ ശരീരത്തെ കുറിച്ച് പറഞ്ഞിട്ട് ആണ് കുഴിവെഞ്ചിരിക്കുന്നത്. ശരീരം വയ്ക്കാൻ പോകുന്ന കുഴി. അപ്പൊ പറയണോ, ഇവിടെ പറയണ്, മാമോദിസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം കൊള്ളേണ്ട കബറിടം ആശീർവദിച്ച് പവിത്രീകരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മാമോദിസായാൽ മുദ്രിതരാണ്. എങ്ങനെ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ കുരിശിനാല്, വിശുദ്ധ തൈലത്താല്, വിശുദ്ധ ജലത്താല് മുദ്രവെച്ച് വേർതിരിച്ച ശരീരങ്ങളാണ് ക്രിസ്ത്യാനിയുടെ ശരീരം. അതിന് ചൈതന്യമുണ്ട്, അതിന് അന്തസ്സുണ്ട്, അതിന് ഭയങ്കരമായ ദൈവിക ശക്തിയുണ്ട്. നമ്മള് അനുഭവിച്ച് ആ അന്തസ് നമ്മള് കാത്തു സൂക്ഷിക്കണം. വിശുദ്ധ കുരിശിനാൽ മുദ്രവെച്ച ശരീരം അതിലൂടെ സ്വർഗത്തിന്റെ സ്വന്തമായിട്ട് മാറി, സ്വർഗീയ പിതാവിന്റെ മക്കളായിട്ട് മാറി. നമ്മുടെ ജീവിതം തന്നെ ഈ ലോകത്തിൻ്റെതല്ല,
അതുപോലെ ഉയർത്തപ്പെട്ടവരാ. പിന്നീട് അങ്ങോട്ട് ഉദാശകളിലൂടെ കുമ്പസാരം, പാപത്തേറ്റു പറഞ്ഞ് കുമ്പസാരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുമ്പോ വീണ്ടും ആ അളിഞ്ഞ ജീവിതത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാന, യേശുവിന്റെ തിരുശരീരവും തിരുരക്തവും വാങ്ങി ഭക്ഷിച്ച് പാനം ചെയ്ത് ആ തിരുശരീര രക്തങ്ങളാൽ പരിപുഷ്ടമാക്കപ്പെട്ട അലിഞ്ഞ് ചേരപ്പെട്ട ശരീരം വീണ്ടും വിവാഹമെന്ന കൂദാശ, അതിന്റെ അഭിഷേകം നിറയപ്പെട്ടവര്, പൗരോഗത്യം എന്ന തിരുപ്പട്ടത്തിന്റെ കൂദാശ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ സ്വന്തമായ മക്കള്, വേർതിരിക്കപ്പെട്ട മക്കള്, കൂദാശ സ്വീകരിച്ച മക്കള്, യേശുവിനെ തന്നെ സ്വന്തമാക്കിയ മക്കള്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട മക്കള്, ഇതൊക്കെ വച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ സ്ഥാനം എന്താ? നമ്മുടെ വില എന്താ? നമ്മുടെ അന്തസ് എന്താ? ഇത് നമ്മൾ അനുഭവിച്ച് ജീവിക്കണം. ഞാന് ഈ ദിവസങ്ങളൊക്കെ കർത്താവിന്റെ തിരുരക്തവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ സ്നേഹത്തെ കുറിച്ച്, കരുണയെ കുറിച്ച്, ജീവന്റെ സമൃദ്ധിയെ കുറിച്ച് നമ്മയൊക്കെ ഉയർത്തിയ ആ വലിയ സ്ഥാനത്തെ ഓർത്തൊക്കെ ധ്യാനിച്ചപ്പോ ദിവസങ്ങൾ അനേക മക്കള് തകർന്നുപോയ മക്കള്, ചീഞ്ഞ് നശിച്ച് ലഹരിക്ക് അടിമപ്പെട്ട്, മദ്യത്തിന് അടിമപ്പെട്ട്, വിളച്ചതിന് അടിമപ്പെട്ടു പോയ മക്കള്, ഒത്തിരിയേറെ മക്കള് നമ്മുടെ അന്തസ് വിട്ട്, നമ്മുടെ സഭ വിട്ട്, കൂദാശ വിട്ട് അക്രൈസ്തവനായ മക്കളെ കെട്ടി അവരുമായിട്ട് ബന്ധപ്പെട്ട് മിശ്ര വിവാഹത്തില്, മാത്രമല്ല ജഡിക പാപത്തില്, തെറ്റായ സ്നേഹബന്ധത്തിൽ കുരുങ്ങി അപ്പനെ വിട്ട്, ഈ ദൈവത്തെ വിട്ട്, ഈ ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങൾ എല്ലാം വിട്ട് കൂദാശ വിട്ടൊക്കെ പോകുന്ന അനേക മക്കൾ കണ്ടപ്പോ അതൊരു വശത്ത്, മറുവശത്ത് പരീക്ഷ തോറ്റ് കല്യാണം നടക്കണില്ല. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബങ്ങളില് അനേക മക്കള് വിവാഹത്തിന്റെ അവസ്ഥയില് തടസ്സപ്പെട്ടെടുക്കുന്നു. ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടാനില്ല, പെണ്ണുങ്ങൾക്ക് കല്യാണം വേണ്ട. ഇത് ഭയങ്കരമായ ഒരു പൈശാചികതയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കുക, നിങ്ങളുടെ പുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുക, അവർക്ക് മക്കളുണ്ടാകട്ടെ. ക്രൈസ്തവ സഭയില് ഉദാശയുടെ അടിസ്ഥാനത്തില് ദൈവകൃപയില് വിവാഹത്തിലൂടെ മക്കൾക്ക് ജന്മം കൊടുത്ത് ആ തലമുറയെ ദൈവത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കാൻ ദൈവം പറഞ്ഞു. ഇതെല്ലാം മറന്നിട്ട് അന്തസ്സേട്ട മക്കളെ പോലെ ജീവിക്കുന്ന മക്കൾ, വേറെ കുറെ മക്കളുണ്ട്. അവനെയും ഇവനെയും സ്നേഹിച്ച് സ്വന്തം ശരീരത്തെ മലിനമാക്കി അതുമായിട്ട് വിട്ടുകൊടുക്കുക. ഞങ്ങൾക്കാണ് ഈ പല പല അക്രൈസ്തവരുമായിട്ടും ഏതവനുമായിട്ടാണേലും ഏതവളുമായിട്ടാണേലും പ്രിയപ്പെട്ട മക്കളെ, ഒരു സ്നേഹത്തിനൊരു ചൈതന്യമുണ്ട്. പ്രായപൂർത്തിയാകുമ്പൊക്കെ കൂദാശയ്ക്കും സഭയ്ക്കും കുടുംബത്തിനും നിരക്കുന്ന ബന്ധങ്ങളൊക്കെ ആരംഭിക്കാം, പ്രേമിക്കാം, സ്നേഹിക്കാം, വീട്ടിൽ പറയാം കാര്യങ്ങളൊക്കെ. അതിന് അന്തസ്സുണ്ടെന്നേ. കുടുംബത്തെ പറഞ്ഞ മക്കൾ അങ്ങനെ ഉണ്ടെങ്കിൽ വീട്ടില് കാർന്നോമാരോട് പറയും, അവിടെ ശേഷം ആലോചിക്കും, അന്വേഷിക്കും. അതും പോരാഞ്ഞിട്ട് അവള് തന്നെ തീരുമാനിച്ചു, അവൻ തന്നെ തീരുമാനിച്ചു, അവന്റെ കൂടെ കറങ്ങാൻ പോവാ, പബ്ബിൽ പോവാ, ഹോം സ്റ്റേ പോവാ, വ്യഭിചാരം ചെയ്യാ, സ്വന്തം ശരീരത്തെ മലിനമായിട്ട് വിട്ടുകൊടുക്കുക. ഇതൊന്നും മടിയില്ലാത്ത അനേക മക്കളെ ഈ ദിവസങ്ങളില കുറെ നാളുകളായിട്ട് നമ്മൾ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും തുടങ്ങിയപ്പോ നമ്മുടെ അന്തസ്സ് വിട്ടുപോണ മക്കള്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടില്ലേ, എടപ്പള്ളിയിലും എറണാകുളത്തൊക്കെ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാര് നമ്മുടെ മക്കളെ വശീകരിച്ച് പ്രേമം നടിച്ച് കറങ്ങാനെ കൊണ്ടുപോയി, പിന്നെ ലഹരി കൊടുത്ത്, മയക്കുമരുന്ന് കൊടുത്ത്, അവരെ സെക്സ് ആയിട്ട് ഉപയോഗിച്ച്, ജനിക ഉപയോഗിച്ച്, പിന്നീട് മലിനമായ മ്ലേച്ഛമായ ശരീരം വിൽക്കുന്ന ഒരു തൊഴിലിലേക്ക് കൊണ്ടുപോയി ട്രെയിനെടുത്ത് പിടിക്കപ്പെട്ട സംഭവമൊക്കെ. ഇതൊന്നുമില്ല, ഇഷ്ടം പോലെ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കള്, നമുക്കൊരു അന്തസ്സുണ്ട്. നമ്മുടെ ശരീരം, മരിയാഗോരത്തെ കണ്ടില്ലേ, ശരീരത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായ അതിവിശുദ്ധിയായ കൊച്ച് അന്തസ് കീപ്പ് ചെയ്യണം. ഒത്തിരിയേറെ മക്കൾ എനിക്കറിയാം, അവന്റെ കൂടെ ഇറങ്ങിപ്പോ അപ്പനെ പറ്റിച്ച്, അമ്മേനെ പറ്റിച്ച്, കുടുംബത്തെ മറച്ചു പിടിച്ച്, ദൈവത്തെ വിട്ട് അവന്റെ കൂടെ പോവും. ഹോം സ്റ്റേയിൽ താമസിക്കുക, കറങ്ങാൻ പോവാ, പബ്ബിൽ പോവാ, ഡ്രഗ് അഡിക്റ്റ് ആവുക,
രാത്രി സിനിമയ്ക്ക് പോവാ. എന്റെ മക്കളെ, നമുക്കൊരു അന്തസ്സുണ്ട്. നമ്മള് അടിമപ്പെട്ട് അളിഞ്ഞ ചളിഞ്ഞ ജീവിതം ജീവിക്കേണ്ടവരല്ല. പിന്നീട് അങ്ങോട്ട് അതിനുശേഷം എല്ലാം നശിച്ച് വിശുദ്ധി പോയി, ശരീരം പോയി, ഡ്രഗ് അഡിക്റ്റായി, ഡിപ്രഷനായി, പിന്നെ ഒന്ന് പിന്തിരിഞ്ഞ് വരാൻ പോലും പറ്റാത്ത രീതിയിൽ നശിച്ചു പോയ ഒത്തിരി മക്കളെ എനിക്കറിയാം. നമ്മുടെ മക്കളൊന്നും അങ്ങനെ ഇങ്ങനെ പോകേണ്ട മക്കളല്ല. അതുകൊണ്ട് അന്തസ്സ് വിട്ട് പോകരുത്. പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ കറങ്ങാൻ പോയി, പിന്നെ മുടിയൊക്കെ വികൃതമായി നീട്ടി, ആ സിനിമ നടിയെ കണ്ട്, ആ സിനിമാ നടനെ കണ്ട്, ആ പന്തളിക്കാരനെ കണ്ട്, ആ ക്രിക്കറ്റ് കളിക്കാരനെ കണ്ട് പച്ചകുത്തി സ്റ്റൈല് മാറ്റി. എന്റെ മക്കളെ, നമുക്കൊരു അന്തസ്സുണ്ട്. കണ്ണി കിടന്ന് കുത്തിപ്പിടിപ്പിച്ച് അവിടെയും ഇവിടെയും ഒക്കെ കുത്തിപ്പിടിപ്പിച്ച് വൃത്തികെട്ട ജീവിതം ജീവിക്കേണ്ടവനല്ല ദൈവത്തിന്റെ മക്കള്. അവന്റെ ശരീരം, അവന്റെ ജീവിതം, അവന്റെ കൂട്ടുകെട്ട്, അവന്റെ ബന്ധം, അവന്റെ സ്വഭാവം, അവന്റെ ജീവിതം, അവന്റെ പഠനം, അവന്റെ ബിസിനസ് എല്ലാം ദൈവത്തിന്റെ ചൈതന്യമുള്ളതാക്കി മാറ്റണം. ഒത്തിരിയേറെ മക്കൾ, ഇന്നലെ രമിച്ച് പറയാ, സ്വന്തം മോള് അപ്പനും അമ്മേനെയും വിട്ട് ക്രൈസ്തവനുമായിട്ട് പ്രേമത്തിലായി. അവരെ അമ്മനെ കല്യാണം ഉറപ്പിച്ചു, ഡേറ്റ് ഫിക്സ് ചെയ്തു, അടുത്ത മാസം കല്യാണം ഉറപ്പിച്ചു. അപ്പനും അമ്മയ്ക്കും ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഉറപ്പിച്ചു. പുറത്തേക്ക് പോയി, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ അപ്പനും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. സ്വന്തം കുടുംബം, പാരമ്പര്യം, സഭ, ഉദാശകൾ, അവളെ സപ്പോർട്ട് ചെയ്യാൻ കസിൻസ് വേറെ കുറെ എണ്ണം. അങ്ങനെ പോവാണ്. അപ്പനും അമ്മയും ഇന്നലെ വിളിച്ച് പറയാം, അച്ഛാ ഞങ്ങള് സമ്മതിക്കില്ല, ഞങ്ങൾക്ക് എല്ലാം കൊടുത്തു, ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെ അവര് ആ മോളെ നഷ്ടപ്പെട്ടതിന് നൊമ്പരം പേരും കൊണ്ട് ചങ്കുപൊട്ടി വിളിക്കുക. ഒരപ്പന്റെ കണ്ണീര്, അമ്മയുടെ കണ്ണീര്, അതിനേക്കാളേറെ ഇതുപോലെ ജീവൻ നൽകി, ഈ രക്തത്തിന്റെ വിലയുള്ള കൂദാശകൾ നൽകി നമ്മെ ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തിയിട്ട് അതിന് വില കൊടുക്കാതെ പടിയിറങ്ങി പോണ മക്കള്. സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര സങ്കടം. നമ്മുടെ മക്കള്, ക്രൈസ്തവ മക്കള്, ഈ സഭ, ഉദാശം, വചനം, കുടുംബം, പാരമ്പര്യം, കാരണന്മാരെ വേദനിപ്പിച്ച് ഇറങ്ങിപ്പോയി നശിച്ച് അടങ്ങി പിശാചിനെ പിടിപ്പെട്ട് തീർന്നു പോകാന്നല്ലാതെ ഈ മക്കള് ഓണ കാണുമ്പോ അന്തസ് വിട്ട മക്കള്, നശിച്ചു പോണ മക്കള്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അനേക മക്കളാണ് ഇങ്ങനെയൊക്കെ നിലവിട്ടു പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ യുവമക്കൾക്ക് വേണ്ടി, കുഞ്ഞുമക്കൾക്ക് വേണ്ടി അതിശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾക്കൊരു അന്തസ്സുണ്ട്. ആ അന്തസ്സ് മക്കളെ നിങ്ങൾ അറിയണം. ഞാൻ യുവമക്കളോടും കൊച്ചുമക്കളോടും കൂടി പറയാം, നമുക്കൊരു അന്തസ്സുണ്ട്. നമ്മുടെ ശരീരത്തിന് ഒരു അന്തസ്സുണ്ട്, ഒരു വിലയുണ്ട്, ഒരു ചൈതന്യമുണ്ട്, ഒരു പരിശുദ്ധിയുണ്ട്. അത് നഷ്ടപ്പെടുത്താൻ ഒരുത്തിനെ സമ്മതിക്കരുത്. നമ്മൾ ജീവിക്കണം. മക്കളെ, നമ്മുടെ ദൈവം, നമ്മുടെ ഈശോ സ്വന്തം രക്തം നൽകിയ നമ്മെ വീണ്ടെടുത്ത സിനിമക്കാര് പറയും, കൂട്ടുകാര് പറയും, വീട്ടുകാരും പറയും, സപ്പോർട്ട് ചെയ്യും ചില പാപത്തിന്. ലോകം, നിയമം, പോലീസ്, രാഷ്ട്രീയം, മറ്റു പലരും സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഓർക്കണം, നമ്മളെ അന്തസ് ദൈവം തന്ന അന്തസ്സാ. നമ്മുടെ സ്ഥാനം കർത്താവിന് കുരിശുമരണത്തിലൂടെ ലഭിച്ച സ്ഥാനമാണ്. നമ്മുടെ കൃപ, ജീവൻ യേശുവിന്റെ തിരുരക്തത്തിന്റെ വിലയ. അത് മറക്കരുത്. വളരെ വേദനയോട് അച്ഛനെ പറയുന്നത്, അതെന്റെ മാത്രം വേദനയില്ല, അനേക മാതാപിതാക്കളുടെ, അനേകം മക്കളുടെ, അതിനേക്കാളെല്ലാം ഏറെ ഈശോയുടെ രക്തത്തിന്റെ നിലവിളിയുണ്ട്. പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരിന്റെ നിലവിളിയുണ്ട്. നമ്മുടെ മക്കള് നശിച്ചു പോണ കണ്ട് സഹിക്കാൻ പറ്റാതെ സ്വർഗത്തിന്റെ കരച്ചിലുണ്ട്. പിതാവായ ദൈവത്തിന്റെ നിലവിളി. ഈ പുത്രനെ നൽകി, പുത്രൻ തന്നെ നൽകിയിട്ടും ഇതുപോലെ കൃപ ലഭിച്ചിട്ടും അതെല്ലാം തള്ളിക്കളഞ്ഞ് ജീവിക്കുന്ന മക്കളെ ഓർത്ത് കരയുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കണ്ണീര്. അനേകം അപ്പന്മാരുടെയും അമ്മമാരുടെ കണ്ണീര്. ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കുക, ഒത്തിരിയേറെ തകർന്നു പോയ മക്കളുടെ സങ്കടങ്ങള് നിലവിളിച്ചുകൊണ്ട് പലരും വിളിക്കുന്നത്. ഇങ്ങനെ പോയ മക്കളെ ഓർത്ത് ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. ദിവ്യാന സന്നദ്ധിയിലിരുന്ന്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ അന്തസ്സ് കളയരുത്. ഇത് മക്കള് മാത്രമല്ല, കുടുംബത്തില് അപ്പനൊരു അന്തസ്സുണ്ട്, അമ്മയ്ക്കൊരു അന്തസ്സുണ്ട്. അപ്പൻ മാതൃകയാകണം. അപ്പൻ മദ്യപിച്ച് കുടുംബത്തില് ഒരു ചത്ത ജീവിതം ജീവിക്കുമ്പോ വിളിച്ചത് ദുർമാതൃക. അമ്മ
പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബ ജീവിതത്തിന് അപ്പന് അമ്മയ്ക്ക് നമ്മുടെ ക്രൈസ്തവ അന്തസ്സുണ്ട്. ഇനി വൈദികര്, അവർക്ക് അന്തസ്സുണ്ട്. ദൈവത്തിന്റെ മക്കള് കൂദാശയില് ദൈവബന്ധത്തില് ജീവിക്കേണ്ടവര്, അവര് മദ്യപിച്ച് കറങ്ങാൻ പോയി, സിനിമയ്ക്ക് പോയി, കണ്ട് ഡാൻസ് കളിച്ച് തുള്ളിച്ചാടി ദൈവമക്കൾ ദുർമാർഗം കൊടുക്കുന്ന അനേക വൈദ്യര് അന്തസ് കെട്ടവരാണ്, സന്യാസിനിമാര്. പ്രിയപ്പെട്ട മക്കളെ, നമുക്കെല്ലാവർക്കും ഒരു അന്തസ്സുണ്ട്. ആ ചൈതന്യം, നമ്മുടെ സ്ഥാനം, നമ്മുടെ മഹത്വം, നമ്മൾ ഉയർത്തപ്പെട്ട ഉന്നതമായ അവസ്ഥ, ഇത് വിട്ടിട്ട് നമ്മൾ ഈ ലോകത്തിന്റെ മക്കളെ പോലെ ജീവിക്കും. അവിടെ തുള്ളി, അവര് ഡാൻസ് കളിച്ചു, അവര് കറങ്ങാൻ പോയി, അവര് പച്ച കുത്തി, അവര് അത് കുത്തി, അവര് ഇങ്ങനെ ചെയ്തു, അവരിങ്ങനെ കറങ്ങാൻ പോണു, അവര് പപ്പി പോണു. ഇതൊക്കെ അറിഞ്ഞ് ലോകത്തിന് മനുഷ്യ പലരും ചെയ്യും, ക്രിസ്ത്യാനികളും ചെയ്യും. ലോകത്തിന്റെ പിന്നാലെ പോണ് അനേക ക്രിസ്ത്യാനികൾ ചെയ്യും. ഇവിടെ മക്കളെ, ദൈവത്തിന്റെ മക്കളെ, നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്കൊരു അന്തസ്സുണ്ട്. ഉടനെ വിവാഹമോചനം, കുടുംബജീവിതത്തില് സ്നേഹിച്ച് അതിന് സഹനുണ്ട്. സ്നേഹത്തിൽ മുറിയപ്പെടും, ക്ഷമിക്കണം. സ്നേഹിക്കാണ്ട് ഈശോ എങ്ങനെ സ്നേഹിച്ച മക്കളെ? കുരിശില് തറച്ച, സഹിച്ച. ഇതൊക്കെ സ്നേഹത്തിൽ ഉള്ളതാ. ക്ഷമിച്ചും സഹിച്ചും സ്നേഹിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തിന്റെ മക്കൾ ഒരുമിച്ച് നിന്ന് ഏത് പ്രതിസന്ധിയെയും ഏത് സഹനത്തെയും ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ട മക്കളാണ് നമ്മള്. അതുകൊണ്ട് എല്ലാ തലത്തിലും നമ്മൾ വ്യത്യസ്തരാണ്. മോശ പറഞ്ഞില്ലേ, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഞങ്ങൾ മറ്റുള്ള ജനതയിൽ നിന്ന് വ്യത്യസ്തരാണ്. ക്രിസ്ത്യാനി വ്യത്യസ്തനാണ്. മാമോദീസായിലൂടെ കൂദാശയിലൂടെ ദൈവം കൂടെയുള്ള മക്കള് വ്യത്യസ്തരാ, മറ്റുള്ളവരെ പോലെയല്ല. അതുകൊണ്ട് ബാലാം പറഞ്ഞ് സംഗീത പുസ്തകത്തില്, വേറിട്ട് പാർക്കുന്ന ജനം, ഇടകലരാത്ത ജനം, തിന്മയില്ലാത്ത ജനം, അകൃത്യമില്ലാത്ത ജനം, കർത്താവ് കൂടെയുള്ള ജനം, അവർക്ക് ആഭിചാരി മേൽക്കത്തില്ല, ക്ഷുദ്രവിധി ഫലിക്കത്തില്ല. ഞാൻ നാളെ മുതല് നമ്മുടെ മക്കളെ നശിപ്പിക്കുന്ന ചില മേഖലകൾ, പൈശാചിക മേഖലകൾ, അത് നമ്മൾ യേശുവിന്റെ തിരുരക്തം അവകാശപ്പെട്ട് നിർവീര്യമാക്കി സംരക്ഷണം ഏർപ്പെടുത്തി പ്രാർത്ഥിക്കണം. മക്കൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ജോലി, ബിസിനസ്, പഠനം, എല്ലാത്തിനും വേണ്ടി. ചില മേഖലയുണ്ട് മക്കളെ, ആത്മീയമായ പോരാട്ടത്തിന്റെ മേഖല. നമ്മെ നശിപ്പിക്കാൻ, നമ്മെ തകർക്കാൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നാളെ മുതൽ കുറച്ച് ദിവസങ്ങള് അച്ഛൻ പറയും. ഇതൊക്കെ ഗൗരവത്തോടു കൂടി എടുക്കണം. ഞാൻ ഓർക്കാം, കർത്താവിന് തിരുരക്തത്തിന്റെ ഈ മാസത്തില് എന്തുമാത്രം അനുഗ്രഹങ്ങൾ കിട്ടേണ്ട മാസമാണ്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തിരുരക്തത്തിന്റെ നൊവേനയിലൊക്കെ വളരെയേറെ കുറച്ച് പേരാണ് പങ്കെടുത്തിട്ടുള്ളൂ. മക്കളെ, ഇതൊക്കെ നിസ്സാര കാര്യമില്ല, തമാശകളില്ല. ഇത് നമ്മുടെ രക്ഷ, യേശുവിന്റെ തിരുരക്തം നമ്മുടെ രക്ഷയാണ്. ഈ നൊവേനയിലൊക്കെ എന്റെ ആഗ്രഹം, ഈ നൊവേനയിലൊക്കെ അനേക കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പങ്കുവെച്ചു കൊടുക്കണം, അനേകം ഇടങ്ങളിലേക്ക് എത്തിക്കണം. പക്ഷെ നമ്മുടെ ആളുകള് കുറഞ്ഞു പോയതാണ് ഞാൻ കണ്ടത്. ഈ നൊവേനയിൽ പങ്കെടുത്തവര് സാധാരണക്കാരെക്കാളും സാധാരണ പങ്കെടുക്കുന്നവരെ അപേക്ഷിച്ച് കുറവായിരുന്നു. മക്കളെ, ഇതിന് വില കൊടുക്കണം. നമുക്ക് വേറെ രക്ഷയില്ല. പിശാചിന്റെ പിടിയില് ഇതുപോലെ പല ഞാൻ ഈ ദിവസങ്ങളിൽ പറയാൻ പോവാ, പച്ചയ്ക്ക് പറയാൻ പോവാ ചില കാര്യങ്ങൾ. ഇവിടെ നമുക്ക് രക്ഷപ്പെടണോ? മക്കളെ രക്ഷപ്പെടുത്തണോ? നമ്മുടെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തണോ? നമ്മുടെ സഭയെ രക്ഷപ്പെടുത്തണോ? ഒറ്റ വഴിയുള്ളൂ, യേശുവിന്റെ തിരുരക്തം, യേശുവിന്റെ സാന്നിധ്യം, അതിനുള്ള ജീവിതം, വചനം അനുസരിച്ച് അന്തസ്സ് കാത്തു സൂക്ഷിച്ച് ദൈവത്തിന്റെ മക്കൾ ജീവിക്കേണ്ട പോലെ ജീവിച്ചേ പറ്റൂ. ഇവിടെ മക്കളെ ഒത്തിരി സങ്കടത്തോടെ അച്ഛനീ പറയുന്നത്. കാരണം നിലവിട്ട് അന്തസ്സ് വിട്ട് വൃത്തികെട്ട ചീഞ്ഞളിഞ്ഞ ജീവിതം ജീവിക്കുന്ന അനേക മക്കള് അഡിക്റ്റായി പോയി. അഡിക്ഷൻ സെന്ററിൽ കറങ്ങാൻ പോയി സ്വന്തം ജീവിതം നശിപ്പിച്ച് കൂട്ടുകെട്ടിപ്പെട്ട് പബ്ബുകളിൽ കറങ്ങി നടന്ന് അതിനിടയ്ക്ക് പെട്ട് ചില കെണിപ്പെട്ട് വശീകരിക്കപ്പെട്ട് രക്ഷപ്പെടാൻ പറ്റാതെ ഒത്തിരിയേറെ മക്കൾ നശിച്ചുപോയി. ചിലതെങ്കിലും ആത്മഹത്യ ചെയ്തു പോയി, ചിലര് പിന്നീട് ഡിപ്രഷനായി പോയി. എവിടെ ചെല്ലേണ്ട മക്കളാ നമ്മുടെ മക്കള്? അന്തസ് വിട്ടുപോയാൽ തിരിച്ചു പിടിക്കല് എളുപ്പമല്ല. അങ്ങനെ പോയ അനേക മക്കൾ ആ സങ്കടത്തോടെ പറയാ. ചില മക്കളെങ്കിലും ഓർക്കുന്നത്, ചിലത് വിടുവിച്ചെടുക്കാൻ നോക്കിയിട്ട് പറ്റാതെ ആ മക്കൾ കിടക്കുന്ന ചില അവസ്ഥകള് അത് പച്ചയ്ക്ക് അറിയാവുന്നത് കൊണ്ടാ അച്ഛന് പറയുന്ന, മക്കളെ, നമുക്കൊരു അന്തസ്സുണ്ട്, നമുക്കൊരു ജീവിതമുണ്ട്, നമുക്കൊരു സ്ഥാനമുണ്ട്. അത് നിസ്സാരമായി കരുതരുത്.
നിസ്സാരമായി കരുതരുത്. അതാ പറ്റേ നിസ്സാരമായി കരുതി പൗരോഹിത്യത്തെ, ക്രൈസ്തവ ജീവിതത്തെ, കൂദാശ ജീവിതത്തെ, ദൈവ മക്കളുടെ സ്ഥാനത്തെ, പരിശുദ്ധാത്മാവിന്റെ ആലയത്തെ നിസ്സാരമായി കരുതി തോന്നിമാരി ജീവിക്കാണ്. ഒരു പുരോഹിതൻ നിസ്സാരമായി പൗരോഹിത്യത്തെ കരുതുമ്പോ അവൻ മദ്യപിക്കും, കറങ്ങാൻ പോവും, പ്രാർത്ഥിക്കില്ല. അവർക്കുണ്ട് ദിവ്യക്കാരന് ബന്ധമില്ലാത്ത വൈദികര്, നിത്യാരാധന ഉണ്ടായിട്ടും ആ ആരാധന ചാപ്പലില് കയറാത്ത, പ്രാർത്ഥിക്കാത്ത വൈദികര്. കഴിഞ്ഞ ദിവസം വഴി ചെന്നപ്പോ അവിടെ ആദ്യത്തെ കുർബാന കഴിഞ്ഞിട്ട് ആരാധനയ്ക്ക് ചോദിക്കും, അച്ഛനെ എഴുന്നള്ളിച്ച് വെച്ചോട്ട് പോക്കുപോയി. രണ്ടാമത്തെ കുർബാനയ്ക്ക് ആ സമയത്ത് വന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊരു അന്തസ്സുണ്ട്. ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ആ കരുത്താർജിച്ച് ശക്തി ആർജിച്ച് നമ്മുടെ മക്കള്, കുടുംബങ്ങൾ, പൗരോഹിത്യം, സന്യാസ ജീവിതം ജീവിക്കണം. ഈശോ ബന്ധം കുറഞ്ഞപ്പോ മക്കളെ നമ്മുടെ അന്തസ് പോയി, നിലവിട്ടുപോയി. പിന്നെ ലോകാരൂപി, പിന്നെ അതിനുമായിട്ട് ബന്ധപ്പെട്ട പൈശാചിക സ്വാധീനങ്ങള്. ഇതൊക്കെ അച്ഛന് ദിവസങ്ങളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചില മേഖലക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കള്, നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ മക്കളും, അതിലൂടെ നമ്മുടെ പൗരോഹിത്യവും സന്യാസവും നമ്മുടെ സഭയും അഭിമന്യ പിതാക്കന്മാരും ഈ ഒരു അന്തസ്സ് വിട്ടു പോകാതെ ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് ഈ അടിസ്ഥാനത്തിൽ നമ്മള് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കള്, ഈ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയം നീണ്ടുപോയെന്ന് എനിക്കറിയാം. പക്ഷെ പറഞ്ഞു വരുമ്പോ പറഞ്ഞാൽ തീരാത്തത്ര മേഖലകൾ ഇങ്ങനെ തെളിഞ്ഞു വരിക. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രചോദനത്തിലൂടെ കുറെ കാര്യങ്ങൾ മനസ്സിലേക്ക് വരും. എന്നാലും പ്രിയപ്പെട്ട മക്കളെ, ഓർക്കുക, നമുക്കൊരു അന്തസ്സുണ്ട്, നമുക്ക് ജീവിക്കാനൊരു ജീവിതമുണ്ട്. നമ്മള് താഴേക്കടയിൽ ജീവിക്കേണ്ടവരല്ല, കർത്താവിന്റെ മക്കളായിട്ട് ഉയർത്തപ്പെട്ടവരെന്നവർ. അന്തസ്സ് വിട്ട് കളയരുത്. നമ്മുടെ മക്കള്, എനിക്കറിയാം സങ്കടം വരും. നമ്മുടെ മക്കൾ ഇതൊക്കെ വിട്ടിട്ട് ഈ കുടുംബത്തെയും സഭയും കൂദാശയൊക്കെ വിട്ട് അവിടെ പോയി ഇൻസ്റ്റാഗ്രാമില്, അവിടെ പോയി എന്താ പറയാ, രജിസ്റ്റർ ഓഫീസിൽ കല്യാണം, അല്ലെങ്കിൽ ചുമത്തോതിമാരി ഒപ്പിട്ടൊക്കെ ജീവിക്കുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി നടന്ന് ജീവിക്കുന്നു. ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് കറങ്ങാൻ നടന്ന്, പറഞ്ഞില്ലേ, പബ്ബിൽ പോയി വിളച്ചത ചെയ്ത് വളരെ മോശമായി ജീവിക്കുന്ന മക്കൾ. ഒന്നല്ല നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഇങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയില് കർത്താവിന്റെ കരുണയുടെ ഹൃദയത്തിനുള്ളിലേക്ക് സമർപ്പിച്ച് ഇങ്ങനെ പോയ അന്തസ്സ് വിട്ട് നിലവിട്ട് പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ മക്കളാരും അന്തസ്സ് വിട്ട്, നമ്മുടെ സ്ഥാനം വിട്ട് അത് മറന്ന് ജീവിക്കാൻ ഇടയാകാതെ കർത്താവ് ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന് വലിയൊരു അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് ദിവ്യകാരസ്ഥാനത്തിൽ നമ്മുടെ ഈ അവസ്ഥയെ സമർപ്പിച്ച് കർത്താവിന്റെ വലിയൊരു കരുണയ്ക്കും ഈ മക്കൾക്ക് വിടുതലും നമ്മുടെ മക്കൾക്ക് സംരക്ഷണമൊക്കെ ലഭിക്കാൻ വേണ്ടി അല്പസമയം പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഞങ്ങളെ പ്രത്യേകമാവിധം വിളിച്ച് ഞങ്ങളെ അങ്ങ് ഉയർത്തി, അങ്ങയുടെ ജീവനോളം അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അങ്ങയുടെ സ്വന്തമാക്കി ഞങ്ങൾ ഉയർത്തി, സ്വർഗത്തിന്റെ പൗരത്വം ഞങ്ങൾക്ക് നൽകി, മമോദിസായിലൂടെ അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് അങ്ങയുടെ ആലയങ്ങളാക്കി ഞങ്ങളെ മാറ്റി, ജീവൻ നൽകുന്ന ദിവ്യ കാരുണ്യമായി അങ്ങയെ തന്നെ നൽകിക്കൊണ്ട് അങ്ങ് ഞങ്ങളിൽ നിറഞ്ഞു ഒന്നായി തീർന്നു. ഞങ്ങളൊക്കെ അങ്ങനെ ജീവിക്കേണ്ട മക്കള്, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ കുടുംബങ്ങള്, ഞങ്ങളുടെ വൈദികര്, ഞങ്ങളുടെ സന്യസ്തര്, അഭിമന്യ പിതാക്കന്മാര്, കത്തോലിക്കാ സഭ, കർത്താവെ എങ്ങനെ ജീവിക്കേണ്ടതാ. എന്നാൽ കർത്താവെ, അങ്ങയെ വിട്ട് നിലവിട്ട് അന്തസ് വിട്ട് പല മേഖലകളില് കർത്താവെ ഞങ്ങളൊക്കെ അധപ്പതിച്ചു പോയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, അങ്ങയെ വിട്ട് കൂദാശ വിട്ട് വചനം വിട്ട് വിലകെട്ടവരെ പോലെ ജീവിക്കുന്ന അനേക മക്കളുണ്ട്. പാപത്തില്, തെറ്റായ സ്നേഹബന്ധത്തില് കൂദാശ വിട്ട് ജീവിക്കുന്ന മക്കള് ഈശോ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവെ, മദ്യത്തിന് അടിമപ്പെട്ട്, ലഹരിക്ക് അടിമപ്പെട്ട്, കർത്താവെ വിവാഹം നടക്കാതെ തടസ്സപ്പെട്ട് കർത്താവ് ഒത്തിരിയേറെ മക്കള് വേദനിക്കുന്നുണ്ട്, വെട്ടുകിടക്കുന്നുണ്ട്. ഈശോയെ, അങ്ങയുടെ മക്കളുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണം. മനസ്സിന്റെ മുറിവുകള്, രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ബന്ധിക്കപ്പെട്ട മേഖലകള്, കർത്താവെ കെട്ടുകള്, സാത്താന്റെ ആധിപത്യങ്ങള്, അവന്റെ അവകാശങ്ങള്
അതെല്ലാം തകർക്കാൻ അങ്ങേക്കല്ലാതെ, അതെല്ലാം ഉണക്കി മനസ്സിനെ സുഖപ്പെടുത്താൻ അങ്ങയുടെ തിരുരക്തത്തിനല്ലാതെ ഈശോയെ ആർക്കും ഒന്നിനും കഴിയില്ല. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. പെട്ടുപോയ മക്കള്, വീണുപോയ മക്കള്, നിലവിട്ടുപോയ മക്കള്, അന്തസ്സ് നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന മക്കള്, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ തന്നെ കർത്താവേ, ഞങ്ങളുടെ മക്കളാരും ഇങ്ങനെ നശിച്ചു പോകാൻ പാടില്ലാത്ത വിധത്തില് അന്തസ്സനുസരിച്ച് ജീവിക്കാൻ അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ കരുണയും അങ്ങയുടെ സംരക്ഷണവും അങ്ങയുടെ വിശുദ്ധിയും അങ്ങയുടെ മക്കൾക്ക് നൽകണമേ. ഈശോയെ, കത്തോലിക്കാ സഭയെ അനുഗ്രഹിക്കണമേ. വൈദികരെ, പിതാക്കന്മാരെ, മാർപ്പാപ്പയെ, കർദിനാൾമാരെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ദമ്പതിമാരെ, യുവമക്കളെ, കുഞ്ഞുമക്കളെ, ഞങ്ങളുടെ ജോലി, ബിസിനസ്, പഠനം എല്ലാം അന്തസ്സോടെ മുന്നോട്ട് പോകാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെല്ലാം നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. മക്കളെ ഓർത്ത്, അന്തസ് കെട്ടവരായിട്ട് ജീവിക്കുന്ന മക്കളെ ഓർത്ത്, നിലവിട്ടു പോയ മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീര്, ഒമ്പരങ്ങള്, വേദനകള്, ദാശ വിട്ട്, സഭ വിട്ട്, വചനം വിട്ട്, കാർന്നമാരെ വിട്ട്, കുടുംബം വിട്ട് പടിയിറങ്ങി പോകുന്ന തന്നിട്ട സ്വഭാവക്കാരായ മക്കളെ ഓർത്ത് വേദനിക്കുന്ന അനേകം അമ്മമാരുടെ, അപ്പന്മാരുടെ, കുടുംബങ്ങളുടെ അനേകം മക്കളുടെ കണ്ണുനീര്, ഞങ്ങളുടെ വേദനകള്, നൊമ്പരങ്ങള് എല്ലാം തിരു മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. പുതിയ അഭിഷേകത്താല് ഞങ്ങൾ നടക്കണമേ. എഴുന്നേറ്റിപ്പോയ മക്കളെ തിരിച്ചു കൊണ്ടുവരണമേ. കഠിന പാപികൾക്ക് അങ്ങയുടെ രക്തത്തിന്റെ യോഗ്യതയാൽ മാനസാന്തരം നൽകണമേ. ആ സ്നേഹത്തിൽ ഞങ്ങളുടെ മക്കൾ വീണ്ടും അന്തസ്സുള്ളവരായി മാറട്ടെ, ഉന്നതരായി തീരട്ടെ. വലിയ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി ഈ തലത്തിലും മക്കളെ, നിങ്ങളുടെ അവസ്ഥകളും നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സഭയും അന്തസ്സുള്ളവരായിട്ട് ജീവിക്കേണ്ടവരാണ്. അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, ദിവ്യവരങ്ങൾ ചിന്തി ഞങ്ങളുടെ മക്കളെ വീണ്ടും പുനഃസ്ഥാപിക്കണമേ. അന്തസ്സുള്ളവരായി മാറ്റണമേ. കത്തോലിക്കാ സഭയെ, വൈദികരെ, സന്യസ്തരെ, കുടുംബങ്ങളെ, യുവമക്കളെ, കുഞ്ഞുമക്കളെ എല്ലാവരെയും അന്തസ്സുള്ളവരായി മാറ്റുവാൻ ദിവ്യവരങ്ങൾ ചൊരിയണമേ കർത്താവേ. ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധന